അല്ല, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, രാജ്യവ്യാപകമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. 1951-52 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. 64 പിളർപ്പിന് ശേഷവും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരുടെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് അവിടെ അടയാളപ്പെടുത്തിയിരുന്നു. 77 ജനതാ തരംഗം വന്നപ്പോൾ പോലും അതിനെ ഒരു പരിധിവരെ ഇവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. പിന്നീട് പശ്ചിമ ബംഗാൾ ഇവരുടെ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്നു. കേരളം, ബംഗാൾ, ത്രിപുര എന്ന തലത്തിലേക്ക് ചുരുങ്ങി വേറെ വിധത്തിൽ വളർന്നു എന്നും പറയാം. കാരണം ചുരുങ്ങി എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മിക്കവാറും ഇല്ലാതായി. പ്രധാനമായിട്ടും ബീഹാർ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. ആന്ധ്രയിൽ വളരെ പരിമിതമായി. അങ്ങനെ മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ വളരെ വളരെ മാർജിനലൈസ് ചെയ്യപ്പെട്ടു. പക്ഷേ ബംഗാൾ ഒരു ശക്തി കേന്ദ്രമായിട്ട് നിലനിന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിച്ചതിന് ശേഷം 2009 മുതൽക്ക് പശ്ചിമ ബംഗാളിലും വലിയ തിരിച്ചടി ഉണ്ടായി. അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ മിക്കവാറും പൂജ്യത്തോടടുത്ത സംഖ്യയാണ് ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ത്രിപുര എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ചെറിയ ഒരു സ്ഥലമായിരുന്നു, അതും നഷ്ടപ്പെട്ടു. ഇപ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് ഇത് ചുരുങ്ങിയിരിക്കുകയാണ്. പിന്നെ തമിഴ്നാട്ടിൽ DMKയുടെ കാരുണ്യത്തിൽ കിട്ടുന്ന 2 സീറ്റുകൾ CPIക്കും 2 സീറ്റ് CPMനും. തെലങ്കാനയിൽ വല്ല സീറ്റും അവർ കൊടുത്താൽ വാങ്ങിക്കാം. ജാർഖണ്ഡിലും അതുപോലെ തന്നെ. ഇത്രയൊക്കെ ഉള്ളൂ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. മിക്കവാറും രാജ്യത്ത് വളരെ പരിമിതമായ, വളരെ ശോഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞൊരു പച്ച തുരുത്തിലാണ്, അല്ലെങ്കിൽ ചുവന്ന തുരുത്തിലാണ് ഇപ്പോൾ ഈ സംഗതി ഉള്ളൂ. ഇവിടെയും കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി ഉണ്ടായത് നമുക്കറിയാം. 19 സീറ്റിൽ കോൺഗ്രസ് മുന്നണി വിജയിക്കുകയും 20ാമത്തെ സീറ്റ് മാത്രം ജയിക്കുകയും ചെയ്തു. അങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു സമരമാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം അതിൻ്റെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ടാണ് CPMൻ്റെ സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ, സ്വതന്ത്രന്മാരുൾപ്പെടെ, എറണാകുളത്തെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ പൊന്നാനിയിലെ ഹംസ, അതുമല്ലെങ്കിൽ ഇടുക്കിയിലെ ജോയ്സ് ജോർജ്, ഇവരൊക്കെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടവരാണ്. അവരെ പോലും അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുന്നതിൻ്റെ കാരണം പരമാവധി വോട്ടുകൾ കിട്ടുക എന്നുള്ളതും പ്രധാനമാണ്, സീറ്റുകൾ മാത്രമല്ല. അപ്പോൾ പരമാവധി വോട്ടുകൾ സമ്പാദിക്കുക, പരമാവധി സീറ്റുകൾ വിജയിക്കുക, അങ്ങനൊരു ജീവൻ മരണ പോരാട്ടത്തിലേക്കാണ് ഇടതുപക്ഷം പോകുന്നത്. പിന്നെ ഇന്ത്യ മുന്നണി ഫലപ്രദമല്ലാത്തതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPMന് പറയത്തക്ക വിജയമൊന്നും നേടാൻ കഴിയുകയില്ല. പശ്ചിമ ബംഗാളിലും സ്ഥിതി വളരെ ദയനീയമാണ്. അതെ, കേരളത്തിലും ഇപ്പോൾ ഒരുപാട് വെല്ലുവിളി ഉണ്ട്. നമ്മളിപ്പോൾ ഈ മണ്ഡലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് പോലും 3ാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണി പോകുന്നു. അവിടെ CPMനല്ല, CPIക്കാണെങ്കിൽ പോലും ഇടതുമുന്നണിയുടെ കാര്യം നോക്കുമ്പോൾ അവർ ഈ അനന്തപുരി പോലെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ, പ്രത്യേകതകളുള്ള മണ്ഡലത്തിൽ ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയം, പിന്നെ ഹിന്ദുത്വ ശക്തികൾക്ക് ഇവിടെ സമീപകാലത്തുണ്ടായിട്ടുള്ള വലിയ വളർച്ച, അതിനെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് വന്നുള്ള വലിയ പരാജയം. പക്ഷേ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഈ മണ്ഡലങ്ങളൊക്കെ LDF ജയിക്കുന്നുണ്ട്. പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ LDFന് വലിയൊരു പരാധീനതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ പ്രധാന ശക്തി BJP ആണ്, രണ്ടാമത്തെ ശക്തി കോൺഗ്രസ്സാണ്. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഇടതുപക്ഷത്തിന് അത്ര വലിയ പ്രസക്തി ഉണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ, പ്രബുദ്ധരായ മലയാളികൾ വിചാരിക്കുന്നില്ല. ഇവർ ജയിച്ച് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുമല്ലോ. ഒരു ഇത് ഈ ദേശീയ തലത്തിലിപ്പോൾ CPM ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഇപ്പോൾ CPM നെഗറ്റീവ് ഇതുണ്ടോ അതോ ഒരു പോസിറ്റീവ്? ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് LDFനുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് പൊതുവേ ഇപ്പോൾ 7 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണല്ലേ. 7 കൊല്ലം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതനുസരിച്ച് ജനങ്ങളുടെ ഭാഗത്ത് ഒരു ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് ഉണ്ടാവും. അതുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ചില പ്രത്യേക ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ നടത്തുന്ന അക്രമോത്സുകമായിട്ടുള്ള പല പരിപാടികളും, സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ കൊലപാതകം ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പച്ച പിടിച്ച് നിൽക്കല്ലേ. ഇവർ പോയിട്ട് മാനവീയതയ്ക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ ആട്ടൂല്ലേ. അതൊരു പ്രശ്നമല്ലേ. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്ന പലതരത്തിലുള്ള, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ കലോത്സവം തന്നെ കലാപോത്സവമായിട്ട് മാറി നമ്മൾ കണ്ടു. ഇതുപോലെയുള്ള ഗുണ്ടായിസം എല്ലാ സ്ഥലത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ബംഗാളിലും ഈ പാർട്ടി പ്രസ്ഥാനം തകർന്നു പോകുന്നതിനിടയാക്കിയത്. ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയിലേക്ക് SFIക്കാർ ക്രിമിനലുകളാവുന്നില്ല, ക്രിമിനലുകൾ SFIക്കാരായി എന്നുള്ളതാണ്
ഇപ്പോൾ പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ SFI എന്നൊക്കെ പറഞ്ഞ സംഘടന. മുമ്പ് നമ്മൾ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഈ സംഘടന ഉണ്ടായിരുന്നു. മാനവികതയ്ക്ക് വേണ്ടിയും മാനവികതയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിന് നിന്ന ആളുകൾ ഇപ്പോൾ അവര് ഇപ്പോൾ കലാപത്തിന്റെ ആണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ എന്താണ് ക്രിമിനൽ വൽക്കരണത്തിൻ്റെ വക്താക്കളായിട്ട് മാറി എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുകൂടാതെ ഈ സർക്കാരിന് പോസിറ്റീവായിട്ട് എന്താ പറയാനുള്ളത്? തൊഴിലില്ലായ്മയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ റേഷൻ വിതരണത്തിൻ്റെ കാര്യത്തിലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലുപരിയായിട്ട് ഈ ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത്, ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സമയത്ത് ഖജനാവിൽ നിന്ന് അവസാനത്തെ ചില്ല് വരെ ഊറ്റിയെടുത്തിട്ട് കേരളീയം നവകേരള സദസ്സ് അത് കഴിഞ്ഞ് മുഖാമുഖമൊക്കെ നടത്തി അതിൽ ഇങ്ങനെ അഭിരമിക്കുന്നതാണ് കാണുന്നത്. ഇത് പിന്നെ കരുണാകരൻ പോലും ഇല്ലാത്ത രീതിയിൽ 40 വാഹനങ്ങളുടെ എസ്കോർട്ടോടി പോകുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സുബൈർ സാർ ഈ തിരുവനന്തപുരത്ത് പത്രപ്പെടുത്തുന്നവരുടെ എത്രയല്ലേ, എത്ര മുഖ്യമന്ത്രിമാർ ഇവിടെ കണ്ടിട്ടില്ലേ? കരുണാകരനെ കണ്ടിട്ടുണ്ട്, മറ്റ് ആന്റണിയെ കണ്ടിട്ടുണ്ട്, അച്യുതാനന്ദനെ, നായനാരെ ഒക്കെ അടുത്ത് കണ്ടിട്ടില്ലേ? അവർക്ക് ആർക്കെങ്കിലും ഇത്ര വലിയ ആർഭാടം ഉണ്ടായിരുന്നു? ക്ലിഫ് ഹൗസിൽ ഇത്ര വലിയ സുരക്ഷ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരള മുഖ്യമന്ത്രിക്ക് ശരിക്കും ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ലോ. എനിക്ക് തോന്നിയിട്ടില്ല. നായനാർ മുഖ്യമന്ത്രിയായിട്ട് ഇതിലെ അംബാസഡർ കാറിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എസ്കോർട്ടും ഉണ്ടായിരുന്നില്ല, പൈലറ്റും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ളതിൽ ശ്രീ പിണറായി വിജയന് എന്തെങ്കിലും സുരക്ഷാ ഭീഷണി ഉണ്ടാകുകയാണെങ്കിൽ അത് ജനങ്ങൾ അതിനുള്ള സംരക്ഷണം, ജനങ്ങളാണ് സംരക്ഷണം. നായനാരും അതിനെ പറഞ്ഞു, നമുക്ക് എന്തിനോ എസ്കോർട്ട്? അദ്ദേഹം ചോദിച്ചതാണ്. നമ്മുടെ സംരക്ഷണം എന്ന് പറഞ്ഞ ഈ നാട്ടിലെ ജനങ്ങളാണ്. എസ്കോർട്ടൊക്കെ ഓനല്ലേ? ഓരെന്ന് വെച്ചാൽ കരുണാകരനാണ്. പക്ഷെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറയുമ്പോഴേ 2 വിശ്വപൗര ഇമേജ് ഉള്ള 2 പേരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു വോട്ട് പാറ്റേൺ വരുമ്പോൾ ബാക്കി വോട്ടുകൾ, അതായത് ഒരു താരതമ്യേന ജനകീയനും പാവപ്പെട്ടവൻ എന്നൊക്കെ പറയാവുന്ന പന്യൻ രവീന്ദ്രനോട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു എഡ്ജില്ലേ യഥാർത്ഥത്തിൽ? ഞാൻ തിരുവനന്തപുരത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, സംസ്ഥാനത്ത് മൊത്തത്തിലുള്ളൊരു സാഹചര്യം പറഞ്ഞു. തിരുവനന്തപുരത്തിൻ്റെ കാര്യം നമ്മൾക്ക് പ്രത്യേകമായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ഈ മന്ത്രിസഭയ്ക്കുണ്ട്. അത് ഒരു വലിയ പരിധിവരെ ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. സാധാരണഗതിയിൽ ഇത് പ്രതിഫലിക്കാൻ പാടില്ല, കാരണം കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്തെ സാധാരണ വിഷയങ്ങൾ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ഘടകമായേക്കാം. അതാണ് ഒരു സംഗതി. പിന്നെ മറ്റവർക്കുള്ളൊരു അഡ്വാൻറ്റേജ്, അവർക്ക് മിക്കവാറും എല്ലാ സ്ഥലത്തും സിറ്റിംഗ് MP-മാരുണ്ട്. LDF നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവരോട് കിടപിടിക്കാൻ പറ്റിയവരാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശശി തരൂരും പന്നി രവീന്ദ്രനുള്ളത് മാറിയിക്കട്ടെ, പൊതുവേ എൻ്റെ അഭിപ്രായത്തിൽ പോരാ എന്നാണ് തോന്നിയിട്ടുള്ളത്. മലബാർ ഭാഗത്ത് കുറേ കൂടി ശക്തരായ വിളവരം കരീമിനെ അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ, MV ജയരാജനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്.